അപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ മറ്റേ അച്ചയൻസ് ഗോൾഡിന്റെ ആ ഒരു പ്രശ്നവും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണുള്ളത്. അപ്പോൾ അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമേ ഉള്ളൂ. അതായത് 2 വീഡിയോനെ പറ്റി അയാൾ ആദ്യം ആ വീട്ടിൽ പോയിട്ട് ആ വീട് കൊടുക്കുന്ന സമയത്ത്, ആ താക്കോല് കൊടുക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ, അതുപോലെ തന്നെ അതിനുശേഷം അയാളുടെ 2ാമത്തെ വീഡിയോ അയാളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ തന്നെ ടോണി വല്യാലിൽ എന്ന് പറയുന്ന വ്യക്തി ഇട്ട് 2 വീഡിയോയെ പറ്റി ഞാൻ കൃത്യമായിട്ട് 1-2 ആളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അയാൾ ചെയ്തതിൽ ഒരുപാട് നന്മ ഉണ്ട്. പിന്നെ ചില എന്താ പറയാ അയാൾ ചെയ്ത ചില കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വെച്ചു എന്നുള്ളത് തന്നെ ചില ഫസ്റ്റ് വീഡിയോ ഒന്ന് മനസ്സിലാവുന്നത്. പക്ഷെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലൈഫ് മിഷന്റെ കാര്യമാണ്, ഇതുവഴി കിട്ടിയ വീടാണെന്നുള്ളത് അദ്ദേഹം പറയേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അദ്ദേഹം ചെയ്തു കൊടുത്ത കാര്യങ്ങളെ കുറ്റം പറയാനും പറ്റില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നവർക്ക് ആളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് ഒന്ന് കയറി ചേർന്നതിന് ശേഷം അയാൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പൊ വരുന്നുണ്ട് അയാളുടെ എന്താ പറയാ ഒരു ഫോൺ കോൾ. അത് ഒരു വ്യക്തി, ഒരു മനുഷ്യനല്ലേ, അയാൾക്ക് ഇത് ചെയ്യരുത് എന്നെങ്ങാണ്ടോ ഈ പറയുന്ന എന്ത് വൃത്തികേടാന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഫോൺ കോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. കാര്യമല്ല, നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്താ പറയാ കൂടുതലായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത്. കാരണം ഒരുപാട് നല്ല കുടുംബങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പുറകിലായാലും ഇപ്പൊ ഞാൻ അൾട്ടിമേറ്റ് പറയുകയാണ്, ആൾ ചെയ്യുന്നത് ഞാൻ പറയുന്നൊന്നുമില്ല. അതായത് ഇപ്പൊ ബ്ലാക്ക് വൈറ്റ് ആക്കുക എന്നുണ്ടെങ്കിൽ തന്നെ അതൊരു മോശപ്പെട്ട പ്രവൃത്തിയാണ്, അല്ലെ, നിയമവിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെയും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഗുണങ്ങൾ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു പോസിറ്റിവിറ്റിനെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ മറ്റേ വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതുമായിട്ട് പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഒരു അപഗ്രഥനം. സോ അതിന്റെ യൂട്യൂബിന്റെ ആ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിനോട് നമ്മൾ പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യണോ അതോ പ്രോത്സാഹിപ്പിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ.